ബംഗാൾ നിയമസഭയിൽ നാടകീയമായ രംഗങ്ങളാണ്. സസ്പെൻഡ് ചെയ്തിട്ടും പുറത്തു പോകാതിരുന്ന BJP ചീഫ് വിപ്പ് ശങ്കർ ഘോഷിനെ ബലം പ്രയോഗിച്ച് പുറത്താക്കി. ബംഗാളികൾക്കെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അക്രമം ചർച്ച ചെയ്യുമ്പോഴാണ് ഈ തർക്കമുണ്ടായത്. BJP MLA-മാരുടെ പെരുമാറ്റം പാർലമെന്ററി സംവിധാനത്തിന് യോജിച്ചതല്ല എന്ന് മമതാ ബാനർജി ആരോപിച്ചു. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അനൂപ്, മോദി ചോർ, BJP ചോർ എന്ന് ആവർത്തിച്ച് പറയുന്ന മമതാ ബാനർജിയെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് നടക്കുന്നത് നിയമസഭയിൽ, ബംഗാൾ നിയമസഭയിൽ? ബംഗാളിൽ ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. BJPയും മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അതിശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നുണ്ട് ബംഗാളിൽ. അത് മുൻപാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ പരസ്പരം വലിയ പോരിലേക്ക് അല്ലെങ്കിൽ വെല്ലുവിളിയിലേക്ക് ഇരു പാർട്ടിയിലെയും നേതാക്കന്മാർ പോയത്. നേരത്തെ തന്നെ ഈ ബംഗാളിൽ നിന്നുള്ള ആളുകളെ, തൊഴിലാളികളെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPക്കാർ ദ്രോഹിക്കുന്നു, ആക്രമിക്കുന്നു എന്ന ആരോപണം അതിശക്തമായി മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചർച്ച നടക്കുകയായിരുന്നു നിയമസഭയിൽ. ആ സമയത്താണ് വലിയ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ സുവേന്ദു അധികാരിയെ, പ്രതിപക്ഷ നേതാവിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ അതിനെതിരെ BJP പ്രവർത്തകർ, MLA-മാർ പ്രതിഷേധിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ശങ്കർ ഘോഷിനെ കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത് സ്പീക്കർ. എന്നാൽ ശങ്കർ ഘോഷ് പുറത്തു പോകാൻ തയ്യാറായില്ല. ആ സമയത്ത് അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്തു കൊണ്ടുപോയി. ഇത് വലിയ വാക്കേറ്റത്തിന് ഇടയാക്കുകയും മമതാ ബാനർജി തന്നെ ഇറങ്ങി വന്ന് അമിത്ഷായുടെയും മോദിയുടെയും കൂട്ടുകെട്ട് തകരാൻ പോകുന്നു, ജനങ്ങളെ ചവിട്ടി പുറത്താക്കും എന്ന് പറയുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. എന്തായാലും അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിൽ പ്രക്ഷുബ്ധമാണ് ബംഗാളിലെ നിയമസഭ. തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇരു വിഭാഗവും ശക്തമായി തന്നെ പോരാടുന്ന കാഴ്ച നമുക്ക് നിയമസഭയിലും കാണാൻ പറ്റുന്നു.